2022 ഫിസിക്സിനുള്ള നോബൽ സമ്മാനം പ്രഖ്യാപിക്കുമ്പോൾ ശാസ്ത്രം ഉറക്കെ ഒരു കാര്യം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ലോകപ്രശസ്തനായ ഒരു ഗവേഷകന്റെ കണ്ടെത്തൽ തെറ്റായിരുന്നുവെന്ന്. അത് മറ്റാരുമല്ല, ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ബുദ്ധിമാനായ ശാസ്ത്രജ്ഞൻ, ഏറ്റവും ബുദ്ധിമാനായ തിയററ്റിക്കൽ ഫിസിസിസ്റ്റ് ആൽബർട്ട് ഐൻസ്റ്റീൻ. അദ്ദേഹം നിരവധി കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്, നിരവധി കാര്യങ്ങൾ പറഞ്ഞിട്ടുമുണ്ട്. അതിൽ ബഹുഭൂരിപക്ഷം കാര്യങ്ങളും ശരിയായിരുന്നു. എന്നാൽ അതിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. ഐൻസ്റ്റീന്റെ ഏത് കണ്ടെത്തലാണ് തെറ്റാണെന്ന് തെളിയിച്ചത്? അത് എങ്ങനെയാണ് തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടത്? ഈ തെറ്റുതിരുത്തൽ ശരിക്കും ശാസ്ത്ര സാങ്കേതിക വിദ്യയെയും ഭൂമിയെയും ഭാവിയിൽ ഏത് തരത്തിലാണ് മാറ്റിമറിക്കാൻ പോകുന്നത്? ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ തന്നെയാണ് സംവദിക്കാൻ പോകുന്നത്. വീഡിയോയുടെ തുടർന്നുള്ള ഭാഗങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം, ബ്രൈറ്റ് എക്സ്പ്ലെയിനർ എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ശാസ്ത്രേതര വിഷയങ്ങളായിരിക്കും അതിൽ കൈകാര്യം ചെയ്യുന്നത്. നിങ്ങൾക്ക് അത്തരത്തിലുള്ള വീഡിയോകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് പരിശോധിക്കുക. ശാസ്ത്രത്തിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറയുന്നത് തെറ്റുകൾ തിരുത്തി പോവുക എന്നതാണ്. കൂടുതൽ ശരിയിലേക്കുള്ള യാത്രയാണ്. 100% ശരിയല്ലല്ലോ ശാസ്ത്രമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ സമയം എടുക്കുകയാണെങ്കിൽ ആ സമയത്ത് അത് 100% ശരിയായിരിക്കും. അത് തെറ്റാണെന്ന് തെളിയിക്കപ്പെടുന്ന സമയത്ത് അത് തെറ്റായി തന്നെ എടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ശാസ്ത്രം എല്ലാ സമയത്തും ശരി തന്നെയാണ്. ഭാവിയിൽ അതിൽ മാറ്റങ്ങൾ വരും. അത് തെറ്റുകൾ കണ്ടെത്തുമ്പോൾ മാത്രമാണ്. തെറ്റുകൾ ഏത് കൊടികുത്തിയ ഗവേഷകന്റെ ആണെങ്കിലും അത് തെറ്റായിട്ട് തന്നെ എടുക്കുകയും ശാസ്ത്രത്തിൽ വേണ്ട രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുന്നതാണ്. ആ തെറ്റ് വരുത്തിയ ആളെക്കുറിച്ച് ഒരിക്കലും ചിന്തിക്കുകയില്ല. കാരണം അത് അവിടെ അപ്രസക്തമാണ്. ശാസ്ത്രത്തിന്റെ ചരിത്രം എടുക്കുകയാണെങ്കിൽ ഈ തെറ്റുതിരുത്തൽ എല്ലാ കാലഘട്ടത്തിലും സംഭവിച്ചിട്ടുണ്ട്. അരിസ്റ്റോട്ടലിന്റെ വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന സിദ്ധാന്തം പ്രകാരം ഭൂമിയാണ് പ്രപഞ്ചത്തിന്റെ മധ്യഭാഗം. ഭൂമിയെ ചുറ്റി ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും വലം വെച്ചുകൊണ്ടിരിക്കുകയാണ്. സൂര്യൻ ഉൾപ്പെടെയുള്ള ഈ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളുമെല്ലാം ഇപ്രകാരം ചുറ്റിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ പിന്നീട് വന്ന കോപ്പർനിക്കസ്, അദ്ദേഹം 1500 വർഷങ്ങൾക്ക് ശേഷം അത് തിരുത്തി എഴുതി. പിന്നീട് വന്ന ഗലീലിയോ ഗലീലി, അദ്ദേഹത്തിന്റെ തെറ്റ് അദ്ദേഹം മരിച്ച അതേ വർഷം തന്നെ ജനിച്ച ഐസക് ന്യൂട്ടനാണ് തിരുത്തിയത്. ഐസക് ന്യൂട്ടന്റെ തെറ്റ് പിന്നീട് തിരുത്തിയത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആയിരുന്നു. ആൽബർട്ട് ഐൻസ്റ്റീന്റെ തെറ്റുകളോ അതും പലരും തിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ട് തന്നെ ഇരിക്കും. 2022 നോബൽ സമ്മാനത്തിലേക്ക് തന്നെ വരാം. ക്വാണ്ടം മെക്കാനിക്സിനാണ് ഇത്തവണ നോബൽ സമ്മാനം ലഭ്യമായത്. ക്വാണ്ടം മെക്കാനിക്സ് നൂതനമായിട്ടുള്ള ഒരു ശാസ്ത്ര മേഖല തന്നെയാണ്. അതിനു മുൻപ് വരെ നമ്മളെല്ലാവരും കരുതിയിരുന്നത് പ്രപഞ്ചം ഒരു മെക്കനോമോർഫിക് യൂണിവേഴ്സ് ആണെന്നാണ്. അതായത് കൃത്യമായിട്ടുള്ള ഒരു മെഷീനെ പോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രപഞ്ചമാണ്. ക്വാണ്ടം മെക്കാനിക്സിന്റെ വരവോടുകൂടിയാണ് അത് തിരുത്തി എഴുതുന്നത്. പ്രപഞ്ചത്തിൽ അങ്ങനെ കൃത്യമായിട്ടുള്ള ഓർഡറുകൾ ഒന്നും തന്നെയില്ല. ശരിക്കും നിരവധി അരാജകത്വങ്ങൾ നിറഞ്ഞിട്ടുള്ള ഒരു ഭാഗമാണ് പ്രപഞ്ചം. പ്രപഞ്ചത്തെ നമ്മൾ വലിയ സ്കെയിലിൽ നോക്കിക്കാണുമ്പോൾ ഇവിടെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടുള്ള നിയമങ്ങൾ അനുസരിച്ച് തന്നെയാണ് നടക്കുന്നത്. അതിനെ നമ്മൾ ശാസ്ത്ര നിയമങ്ങൾ അല്ലെങ്കിൽ പ്രകൃതി നിയമങ്ങൾ എന്ന് പറയുന്നു. അതിന് വിരുദ്ധമായി ഇവിടെ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. പക്ഷേ അതാണോ യാഥാർത്ഥ്യം? പ്രപഞ്ചത്തിൽ കാണുന്ന ഈ എല്ലാ പദാർത്ഥങ്ങളും എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്? അതിൻ്റെ എല്ലാം അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? അത് ആറ്റമാണ്. ആറ്റം ഉപയോഗിച്ചാണ് പ്രപഞ്ചത്തിലുള്ള എല്ലാ പദാർത്ഥങ്ങളും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഇവിടെയുള്ള ഊർജ്ജത്തിന് പിന്നിൽ പോലും ആറ്റത്തിന്റെ സാന്നിധ്യമുണ്ട്. ക്വാണ്ടം ഫിസിക്സ് പഠനത്തിന് വിധേയമാക്കുന്നത് ഈ ആറ്റങ്ങളുടെ ഉള്ളിലാണ്. ആറ്റങ്ങളുടെ വളരെയധികം ഉള്ളിലേക്ക് പോകുമ്പോൾ അവിടെ നമുക്ക് സബാറ്റോമിക് പാർട്ടിക്കിൾസ് കാണാൻ സാധിക്കും. വളരെ വിചിത്രമായിട്ടുള്ള പ്രതിഭാസമാണ് അവിടെ സംഭവിക്കുന്നത്. പ്രകൃതി നിയമങ്ങളൊന്നും തന്നെ അവിടെ ബാധകമല്ല. നമ്മുടെ യുക്തിക്ക് നടക്കാത്ത പല കാര്യങ്ങളും അവിടെ സംഭവിക്കുന്നുണ്ട്. അതിനെ വളരെ ലഘുവായി ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. നമ്മുടെ മുന്നിൽ ഒരു ഈച്ചയുണ്ടെന്ന് എടുക്കാം. ഒരൊറ്റ ഈച്ച മാത്രമേ ഉള്ളൂ. ആ ഈച്ച ഇങ്ങനെ പറന്ന് നടക്കുകയാണ്. ഒരൊറ്റ സമയം ആ ഈച്ചയുടെ സ്ഥാനം ഒരൊറ്റ സ്ഥലം മാത്രമാണ്. പക്ഷേ ക്വാണ്ടം ഫിസിക്സിലേക്ക് പോകുമ്പോൾ സബാറ്റോമിക് പാർട്ടിക്കിൾ അപ്രകാരമല്ല. ഒരേ സമയം തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് ആ ഈച്ചയെ കാണാൻ സാധിക്കും, അല്ലെങ്കിൽ ആ സബാറ്റോമിക് പാർട്ടിക്കിളിനെ കാണാൻ സാധിക്കും. ഇത് നമ്മുടെ യുക്തിക്ക് നിരക്കുന്ന കാര്യമാണോ? അല്ല. പക്ഷേ ഇത് സംഭവിക്കുന്നത് നമ്മളുടെ റിയൽ സ്കെയിലല്ല, അതിനും ഉള്ളിലേക്ക് പോകുമ്പോഴാണ്. അതങ്ങനെയാണല്ലോ, അതുകൊണ്ട് തന്നെ അതിൽ വലിയ അരാജകത്വം ഒന്നും ഇല്ല എന്ന് ചിന്തിക്കാൻ വരട്ടെ. ഇവിടെ കാണുന്ന നമ്മുടെ റിയൽ സ്കെയിലുള്ള എല്ലാ കാര്യങ്ങളും ആ പദാർത്ഥങ്ങളിൽ നിന്ന് ഉണ്ടായതാണ്. അതായത് എല്ലാത്തിൻ്റെയും അസ്തിത്വം ആ പദാർത്ഥങ്ങളാണ്. അത് സൃഷ്ടിക്കുന്ന കെയോയിസം അല്ലെങ്കിൽ അരാജകത്വം എല്ലാത്തിലുമുണ്ട്. ഈ പ്രപഞ്ചം മുഴുവനും അത് വ്യാപിച്ച് കിടക്കുകയുമാണ്. ക്വാണ്ടം ഫിസിക്സിലെ ഏറ്റവും വിചിത്രമായ പ്രതിഭാസം ഏതാണെന്ന് ചോദിച്ചാൽ അത് ക്വാണ്ടം എൻറ്റാങ്കിൾമെന്റ് ആണ്. ഒരു കൂട്ടം പാർട്ടിക്കിൾസിനെ എടുക്കാം. ആ പാർട്ടിക്കിൾസിന് പൊതുവെ ഒരു സ്വഭാവം ഉണ്ടായിരിക്കും. അതിലെ ഒരു പാർട്ടിക്കിൾ വലതുവശത്തേക്ക് കറങ്ങുകയാണെങ്കിൽ മറ്റേ പാർട്ടിക്കിൾ അതേപോലെ തന്നെ ഇടതുവശത്തേക്ക് കറങ്ങുന്നതാണ്. ഈ കറക്കം അല്ലെങ്കിൽ സ്പിൻ എന്ന് പറയുന്നത് ഒരു ഉദാഹരണം മാത്രമാണ്.
സ്പിന്നിനപ്പുറം അത് പോളറൈസേഷൻ ആകാം, മൊമെന്റം ആകാം, പൊസിഷനുമാകാം, അത്തരത്തിൽ നിരവധി ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആകാം. പക്ഷേ എന്താണെങ്കിലും ഈ ഒരു റിലേഷൻ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുന്നതാണ്. ഇത് കേൾക്കുമ്പോൾ എല്ലാവരും ചിന്തിക്കുക, ആ പാർട്ടിക്കിൾസ് പരസ്പരം കണക്റ്റഡ് ആണ്, അതുകൊണ്ടാണ് ഈ പ്രക്രിയ സംഭവിക്കുന്നത്. നമ്മുടെ തലച്ചോറ് നമ്മുടെ കൈകാലുകളും തമ്മിൽ കണക്റ്റഡ് ആണ്. കയ്യിൽ ഒരു തീപിടുത്തം ഉണ്ടാവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ തലച്ചോറിന് അത് തിരിച്ചറിയാനും കൈ പിന്നീട് പുറകിലേക്ക് വലിക്കാനും സാധിക്കുന്നു. അത് കണക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെയാണ്. പക്ഷേ ഇവിടുത്തെ പ്രതിഭാസം വിചിത്രമായി മാറുന്നത് ഇവിടെ അപ്രകാരമുള്ള ഒരു കണക്ഷനും ഇല്ല എന്നതാണ്. ഉദാഹരണം എടുക്കാം, 2 പാർട്ടിക്കിൾ, നമ്മളിപ്പോൾ പറഞ്ഞതുപോലുള്ള 2 പാർട്ടിക്കിൾ, അതിൽ ഒരു പാർട്ടിക്കിളിനെ ഇന്ത്യയിൽ കൊണ്ടുവെക്കുന്നു, മറ്റൊന്നിനെ അമേരിക്കയിൽ കൊണ്ടുവെക്കുന്നു. സെപ്പറേറ്റ് ചെയ്യുന്നതിന് മുൻപ് അതിന്റെ സ്പിന്നിങ് ഇപ്രകാരമായിരുന്നു. ഇന്ത്യയിലുള്ള പാർട്ടിക്കിൾ ക്ലോക്ക് വൈസിൽ കറങ്ങുമ്പോൾ അമേരിക്കയിലുള്ള പാർട്ടിക്കിൾ ആന്റി ക്ലോക്ക് വൈസിൽ അതേ രീതിയിൽ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. രണ്ടിനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചാലും അത് ഇപ്രകാരം തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. കറക്കത്തിൽ മാത്രമല്ല, എല്ലാ ഫിസിക്കൽ പ്രോപ്പർട്ടിയിലും ഇത് ബാധകമാണ്. ആദ്യമായി ക്വാണ്ടം എൻറ്റാങ്കിൾമെന്റുമായി ബന്ധപ്പെട്ട് പേപ്പർ രചിക്കുന്നത് 1935-ലാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ, ബോറിസ് പൊഡോൾസ്കി, നഥാൻ റോസൻ തുടങ്ങിയ ഗവേഷകരായിരുന്നു അതിന് പിന്നിൽ പ്രവർത്തിച്ചത്. എന്നാൽ ഇവർക്ക് ശേഷം എർവിൻ ഷ്രോഡിംഗർ എന്ന ഗവേഷകൻ ഇതേ മേഖലയിൽ തന്നെ നിരവധി പേപ്പറുകൾ പ്രസിദ്ധീകരിക്കുകയും ഈ മേഖലയിലെ അധികായനായി മാറുകയും ചെയ്തു. എന്നാൽ ഇതിന്റെയൊക്കെ തുടക്കക്കാരനായ ആൽബർട്ട് ഐൻസ്റ്റീൻ ഇത് അക്ഷരാർത്ഥത്തിൽ തള്ളിക്കളയുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇത് ലോക്കൽ റിയലിസത്തിന് എതിരെയാണ്, ഇത്തരത്തിലുള്ള ഒരു പ്രതിഭാസവും പ്രപഞ്ചത്തിൽ നടക്കുന്നില്ല. ഈ പ്രതിഭാസത്തെ ഐൻസ്റ്റീൻ സ്പൂക്കി ആക്ഷൻ അറ്റ് എ ഡിസ്റ്റൻസ് എന്ന് പോലും വിശേഷിപ്പിക്കുകയുണ്ടായി. ഫിസിക്സിൽ ആക്ഷൻ അറ്റ് എ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ പരസ്പരം കൂട്ടിമുട്ടാതെ നിൽക്കുന്ന 2 ഒബ്ജക്റ്റുകൾ, ആ 2 ഒബ്ജക്റ്റുകൾ തമ്മിൽ നടക്കുന്ന പ്രതിഭാസമാണ്. എന്നാൽ അതിനെ സ്പൂക്കി ആക്ഷൻ ആണെന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. അതായത് പ്രേതങ്ങൾ കൊണ്ട് സൃഷ്ടിക്കപ്പെടുന്ന ഒരു പ്രതിഭാസം. ഇത്തരത്തിലുള്ള ഒരു പ്രതിഭാസം ഫിസിക്സിൽ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ ഒരിക്കലും നടക്കുകയില്ല. അവ തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ കണ്ടെത്തിയിൽ എന്തോ ഒരു പെശകുണ്ടെന്നാണ് ഐൻസ്റ്റീൻ പറഞ്ഞത്. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം 2022 ഒക്ടോബർ മാസം 4-ാം തീയതി റോയൽ സ്വീഡിഷ് അക്കാഡമി ഓഫ് സയൻസ് നോബൽ സമ്മാനം അനൗൺസ് ചെയ്തു. സമ്മാനം ലഭ്യമായത് ഐൻസ്റ്റീൻ പറഞ്ഞത് തെറ്റാണ്, ആ സ്പൂക്കി ആക്ഷൻ അത് യാഥാർത്ഥ്യം തന്നെയാണെന്ന് തെളിയിച്ചതുകൊണ്ടാണ്. എക്സ്പെരിമെന്റലി അവർ പ്രൂവ് ചെയ്തു. പ്രശസ്ത ഫിസിസ്റ്റായ അലൻ ആസ്പെക്ട്, ജോൺ ഓഫ് ക്ലോസർ, ആന്റോൺ സെല്ലിംഗർ എന്നിവർക്കാണ് ഈ പുരസ്കാരം ലഭ്യമായത്. ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ക്വാണ്ടം എൻറ്റാങ്കിൾമെന്റ് അത് വെറും ഒരു തിയറി മാത്രമല്ല, അത് എക്സ്പെരിമെന്റുകളുടെ സഹായത്താൽ തെളിയിക്കുകയും ചെയ്തിരിക്കുന്നു. മാത്രമല്ല അതിന് നോബൽ പുരസ്കാരവും ലഭ്യമായിരിക്കുന്നു. 1935 ഐൻസ്റ്റീനും പൊഡോൾസ്കിയും റോസനും ചേർന്ന് പബ്ലിഷ് ചെയ്ത പേപ്പറിൽ EPR പാരഡോക്സിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അതായത് ഇത്തരത്തിൽ വിചിത്രമായിട്ടുള്ള ഒരു പ്രതിഭാസം നടക്കുന്നതിന് പിന്നിൽ ഹിഡൻ ആയിട്ടുള്ള ചില വേരിയബിൾസ് ആണ്, നമുക്ക് കാണാൻ സാധിക്കാത്ത അദൃശ്യമായിട്ടുള്ള ചില പാരാമീറ്ററുകൾ. അവയുടെ വ്യതിയാനം കാരണമാണ് ഇത്തരത്തിൽ അകലങ്ങളിൽ കൊണ്ടുപോയി മാറ്റിവെച്ചാൽ പോലും പദാർത്ഥങ്ങൾ ഒരേ രീതിയിൽ പെരുമാറുന്നത്. നീൽസ് ബോർ എന്ന ഗവേഷകൻ ഈ EPR തിയറിക്ക് എതിരായിരുന്നു. അത് തെറ്റാണെന്നുള്ള രീതിയിൽ അദ്ദേഹം പേപ്പറുകൾ പബ്ലിഷ് ചെയ്യുകയുമുണ്ടായി. പക്ഷേ അത് പ്രാക്ടിക്കലി തെളിയിക്കാൻ ആരും മുതിർന്നില്ല. എല്ലാ ആളുകളും വിശ്വസിച്ചത് അത് വെറുതെ സമയം പാഴാക്കുകയുള്ളൂ, ഒന്നും തന്നെ കണ്ടെത്താൻ സാധിക്കുകയില്ല, ശാസ്ത്രത്തിന് അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്നൊക്കെയാണ്. എന്നാൽ 1969 എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ജോൺ ക്ലോസർ എന്ന ഒരു ചെറുപ്പക്കാരനായ ഫിസിസിസ്റ്റ്, അദ്ദേഹം ഒരു ഡെമോൺസ്ട്രേഷൻ നടത്തിയെന്ന് മാത്രമല്ല, ആ എക്സ്പെരിമെന്റ് പൂർണ്ണമായിട്ടുള്ള ഒരു വിജയം കൂടിയായിരുന്നു. അദ്ദേഹം ചരിത്രത്തിൽ ആദ്യമായി എൻറ്റാങ്കിൾമെന്റ് യാഥാർത്ഥ്യമാണെന്ന് തെളിയിച്ചു കാണിച്ചു. 2 പാർട്ടിക്കിളെ അദ്ദേഹം സെപ്പറേറ്റ് ചെയ്തു. ഏകദേശം 10 അടിയോളം വ്യത്യാസത്തിലാണ് ആ സെപ്പറേഷൻ ഉണ്ടായിരുന്നത്. പിന്നീട് 1981 അലൻ ആസ്പെക്റ്റും 1997 ആന്റോൺ സെല്ലിംഗർ എന്ന ഗവേഷകനും ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തുകയുണ്ടായി. അത് അക്ഷരാർത്ഥത്തിൽ ആളുകളെ ഞെട്ടിക്കുന്ന പരീക്ഷണങ്ങൾ തന്നെയായിരുന്നു. ഇത്തവണ അവർ എൻറ്റാങ്കിൾമെന്റിന് വിധേയമാക്കിയത് ലൈറ്റ് പാർട്ടിക്കിൾസ് ആണ്, അല്ലെങ്കിൽ ഫോട്ടോൺസ് ആണ്. നമ്മൾ കാണുന്ന പ്രകാശം, ആ പ്രകാശം ഉണ്ടായിരിക്കുന്നത് ഇത്തരത്തിലുള്ള നിരവധി ഫോട്ടോണുകൾ ചേർന്നിട്ടാണ്. ഫോട്ടോണിനെ ക്വാണ്ടം എൻറ്റാങ്കിൾമെന്റിന് വിധേയമാക്കി അവർ കാണിച്ചു കൊടുത്തു. 2 ഫോട്ടോണുകളെ പരസ്പരം 40 അടി അകലത്തിലാണ് അവർ മാറ്റിവെച്ചത്. ഈ എക്സ്പെരിമെന്റുകൾ വിജയകരമായി നടപ്പിലാക്കുകയും പിന്നീട് വന്ന ആളുകൾ നിരന്തരമായി അതിനെ ടെസ്റ്റ് ചെയ്യുകയും അത് ശരിയാണെന്ന് ഉറപ്പിക്കുകയും ചെയ്തു. ഈ കണ്ടെത്തലുകൾക്കും പരീക്ഷണങ്ങൾക്കുമാണ് 2022 നോബൽ സമ്മാനം ലഭ്യമായത്. ക്വാണ്ടം ഫിസിക്സ് ഇപ്പോൾ വെറും ഒരു തിയറി മാത്രമല്ല, അതിന്റെ പ്രാക്ടിക്കലായിട്ടുള്ള ആപ്ലിക്കേഷൻ നമ്മളിപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തന്നെയാണ് ക്വാണ്ടം കമ്പ്യൂട്ടറിന്റെ അസ്തിത്വം. ക്വാണ്ടം നെറ്റ്വർക്കിന്റെയും ക്വാണ്ടം എൻക്രിപ്റ്റഡ് കമ്മ്യൂണിക്കേഷന്റെയും ഒക്കെ അസ്തിത്വം ഇത് തന്നെയാണ്. ഇനി വരാൻ പോകുന്ന 4ാമത്തെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, അത് ക്വാണ്ടം ഫിസിക്സുമായി ബന്ധപ്പെട്ടതാണ്. കുറച്ച് വർഷങ്ങൾ കൂടി കഴിഞ്ഞാൽ നമ്മൾ ഈ ഭൂമിയിൽ കാണുന്നത് ഇപ്പോൾ നിലവിലുള്ള സാങ്കേതിക വിദ്യകളോ ശാസ്ത്രമോ ആയിരിക്കുകയില്ല. അതിനെയൊക്കെ പൊളിച്ചെഴുതുന്ന തരത്തിലുള്ള പല കണ്ടെത്തലുകളും ഓരോ വർഷവും നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷമാണ് ക്വാണ്ടം ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് നിർമ്മിച്ചത്.
ഓസ്ട്രേലിയയിൽ ഒരു കൂട്ടം ഗവേഷകർ നടപ്പിലാക്കിയ ആ പരീക്ഷണത്തെക്കുറിച്ച് അന്ന് തന്നെ നമ്മളൊരു വീഡിയോ ചെയ്തതാണ്. താല്പര്യമുള്ളവർക്ക് വേണ്ടി അതിന്റെ ലിങ്ക് ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. അതിനു മുൻപ് നമ്മൾ ക്വാണ്ടം ട്രാൻസിസ്റ്ററുകൾ നിർമ്മിച്ചിരുന്നു. ഇനി വരാൻ പോകുന്നത് ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിന്റെ ഒരു യുഗമാണ്. ഇപ്പോഴുള്ള ഇലക്ട്രോണിക്സ് എന്ന മേഖലയിൽ തന്നെ അത് പൊളിച്ചെഴുതും. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിച്ചു വരുന്ന മുറയ്ക്ക് അത് ഈ ചാനൽ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വീഡിയോകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. നമസ്കാരം, ഞാൻ ബ്രൈറ്റ് കേരളൈറ്റ്. നിങ്ങൾക്കും ബ്രൈറ്റ് കേരളൈറ്റ് എന്ന യൂട്യൂബ് ചാനലിന്റെ ഭാഗമാകണോ? അങ്ങനെയെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടനോട് ചേർന്ന് കാണുന്ന ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക.